നമസ്കാരം. മകൾ ജസ്നയുടെ തിരോധാന കേസ് CBI കൃത്യമായി അന്വേഷിക്കുന്നുവെന്ന് ജസ്നയുടെ അച്ഛൻ ജെയിംസ്. CBIയുടെ പുനരന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. മാധ്യമങ്ങൾക്ക് മുൻപിൽ മുൻ ലോഡ്ജ് ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തലടക്കം CBI പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ CBI സംഘം വിളിച്ചിരുന്നതായും അദ്ദേഹം പ്രതികരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ലോഡ്ജ് ജീവനക്കാരി തന്നെയും ബന്ധപ്പെട്ടിരുന്നു. മകളുടെ തിരോധാനത്തിൽ സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട്. മകളെ ഒരു സംഘം അപായപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് തൻ്റെ അന്വേഷണം ഒടുവിലെത്തിയത്. അത് മുദ്രവെച്ച കവറിൽ CBIക്ക് നൽകിയിരുന്നു. അതുൾപ്പെടെയെല്ലാം സമഗ്രമായി CBI ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി. മുണ്ടക്കയം സ്വദേശിനിയായ ലോഡ്ജ് ജീവനക്കാരി ജസ്നയോട് സാദൃശ്യമുള്ള പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ വന്നത് കണ്ടിരുന്നുവെന്ന് മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തിയിരുന്നു. മാധ്യമങ്ങളിലെ വാർത്തയ്ക്ക് പിന്നാലെ CBI ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചതായി ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി. നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ജസ്നയുടെ അച്ഛൻ പ്രതികരിച്ചു. 6 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് അപ്രതീക്ഷയായ ജസ്നയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയിരുന്നതായാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അജ്ഞാതനായ യുവാവിനോടൊപ്പം ഇവിടെ വെച്ച് കണ്ടെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞത്. ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ CCTV ക്യാമറയിലാണ്. പത്രത്തിൽ പടം വന്നതുകൊണ്ടാണ് ജസ്നയെ തിരിച്ചറിഞ്ഞത്. പെൺകൊച്ചിൻ്റെ രൂപം മെലിഞ്ഞതാണ്, വെളുത്തതാണ്, എന്നേക്കാൾ മുടിയുണ്ട്, ക്ലിപ്പാണോ എന്ന് ഉറപ്പില്ല, തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട്, റോസ് കളറുള്ള ചുരിദാറായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. എന്നോട് പറഞ്ഞു എവിടെയോ ടെസ്റ്റ് എഴുതാൻ പോകുവാണെന്ന്. കൂട്ടുകാരൻ വരാനുണ്ട്, അതിനായി അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. രാവിലെ 11:30 കാണുന്നത്. പയ്യൻ വന്ന് മുറിയെടുത്തു. 2 പേരും 4 മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. പയ്യനെ ഞാൻ കണ്ടു. വെളുത്തു മെലിഞ്ഞ പയ്യനാ. 102 നമ്പർ മുറിയാണ് എടുത്തത്. ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ. CBI തന്നോട് ഇതുവരെ ഒന്നും ചോദിച്ചില്ലെന്നും ലോഡ്ജ് മുൻ ജീവനക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.